നമ്മളൊരു ചെറിയ ഒരു ഓണറിങ് സെറിമണി ഉണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇടയിൽ നിന്ന് നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും, ഒട്ടുമിക്ക ആളുകളും അവരുടെ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചതാണ്. പക്ഷേ ദേശീയ പുരസ്കാരം നേടിയ അല്ലെങ്കിൽ അന്തർദേശീയ പുരസ്കാരം നേടിയ ഏതാനും ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. അപ്പോൾ അവരെ ഒന്ന് ആദരിക്കേണ്ടത്, ഒരു മെമൻറ്റോ കൊടുത്ത് ആദരിക്കുക. അവരെപ്പറ്റി നിങ്ങൾക്ക് അറിയേണ്ടതുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ പറയേണ്ട ഒരു സമയമാണ്. ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കണം. ആദ്യത്തെ ആൾ KG ബാബുരാജനാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വീഡിയോ റെപ്രസെൻ്റ് ചെയ്യും. അദ്ദേഹം ജിയോ ടെക്നിക്കൽ രംഗത്ത് ഇന്ന് ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറായി വളർന്നു കഴിഞ്ഞു. രണ്ടാമത് ഇവിടെ ഗിന്നസ് ബുക്കിൽ, അതായത് കണ്ടിന്യൂസ് ആയി സംഗീതം ആലപിച്ചുകൊണ്ട് ഗിന്നസ് ബുക്കിൽ പേര് കയറി 2 പേർ നമ്മുടെ കൂടെ ഉണ്ട്. ഒന്ന് ശ്രീ NP വിജയൻ, 2 രതീഷ് കൊട്ടാരം. അപ്പോൾ ഇവരെ 2 പേരെ കുറിച്ചുള്ള ഇവരെ 3 പേരെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ഇവിടെ കാണാം. അതിനുശേഷം ഒരു ചെറിയ ഫംഗ്ഷൻ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ജസ്റ്റ് ഒരു 15 minutes. ഓക്കെ, ഓവർ ടു ദി സ്ക്രീൻ. ഏതൊന്നിൻ്റെയും ദീർഘകാല നിലനിൽപ്പിന് ശക്തമായ അടിത്തറ അത്യാവശ്യമാണ്. അടിത്തറ ശക്തമെങ്കിൽ മാത്രമേ വളർച്ചയും നിലനിൽപ്പും വികാസവും സാധ്യമാകൂ. ഒരു കെട്ടിടത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ വിദ്യാഭ്യാസമായാലും വീടായാലും ബിസിനസ് ആയാലും ഏതിൻ്റെയും അടിസ്ഥാനം ഒന്നു തന്നെയാണ്. 1981 സൗദി അറേബ്യയെയും ബഹ്റൈനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമുദ്രപാതയുടെ നിർമ്മാണ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. നിർമ്മാണ പ്രവൃത്തിയുടെ ഈടും ഉറപ്പും കൃത്യത വരുത്താനായി കർശനമായ ഗുണനിലവാര പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയത് മലയാളിയായ ഒരു ചെറുപ്പക്കാരനെയായിരുന്നു. 25 കിലോമീറ്ററോളം നീളമുള്ള ഈ കടൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ മിഡിൽ ഈസ്റ്റിന് ലഭിച്ചത് പ്രഗത്ഭനായ ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിനെയായിരുന്നു. ശ്രീ KG ബാബുരാജൻ. കെമിസ്ട്രിയിലും സിവിൽ എഞ്ചിനീയറിംഗിലും ബിരുദം നേടിയതിനു ശേഷം 1 വർഷത്തോളം ഇന്ത്യയിൽ തന്റെ പ്രവർത്തന മേഖലയിൽ തുടക്കം കുറിച്ചു. പിന്നീട് അദ്ദേഹം തന്റെ കർമ്മമേഖല വിപുലീകരിക്കുന്നതിനായി സൗദി അറേബ്യയിൽ എത്തി. ബഹ്റൈനിലെ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയുടെ സാങ്കേതിക നിയമോപദേശകനായി പ്രവർത്തനം കാഴ്ചവെച്ചു. ഇന്ന് നിർമ്മാണ രംഗത്ത് ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നായി മാറി ശ്രീ KG ബാബുരാജൻ്റേത്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ സർവീസിന്റെ അംഗങ്ങളിൽ ഒരേ ഒരു ഇന്ത്യക്കാരൻ കൂടിയാണ് ശ്രീ KG ബാബുരാജൻ. കലാ സാംസ്കാരിക രംഗത്തും അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഒട്ടും ചെറുതല്ല. ബഹ്റൈൻ കേരളീയ സമാജം കമ്മ്യൂണിറ്റി ഹാളുകളിൽ ഒന്നിന് KG ബാബുരാജൻ ഹാൾ എന്ന നാമകരണം നടത്തി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ലോകജനതയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തി ശ്രീ ബാബുരാജന് ശിവഗിരി മഠം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു. 2021 പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡിന് അർഹനായ ശ്രീ KG ബാബുരാജൻ എന്ന ടെക്നോക്രാറ്റിന് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മേഖലയിലെ സമഗ്ര സേവനത്തിന് ലഭിച്ച ഈ നേട്ടത്തിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. സുവർണ സ്മൃതി 2025 ഇന്നത്തെ ഈ സായനത്തിലെ പരിപാടികളിലെ 2ാമത്തെ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നേരത്തെ ശ്രീ PV രാധാകൃഷ്ണപിള്ള സർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഓണറിംഗ് സെറമണിയാണ്. വേദിയിലേക്ക് ഓരോരുത്തരെയായി ക്ഷണിക്കുന്നു. ആദ്യം തന്നെ ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ശ്രീ PV രാധാകൃഷ്ണപിള്ള. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കട്ടെ ശ്രീ പോൾ തോമസ്, ശ്രീ സോമു ജേക്കബ്, ശ്രീ ജയപാലൻ നായർ. ഇന്ന് ഈ വേദിയിൽ നമ്മൾ ആദരിക്കുന്ന 3 പേരെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ശ്രീ KG ബാബുരാജൻ, MD BKG ഹോൾഡിംഗ് ബഹ്റൈൻ.
ശ്രീ KG ബാബുരാജിനെ ക്ഷണിക്കുന്നു. ഒപ്പം ശ്രീ NP വിജയൻ, ശ്രീ രതീഷ് കൊട്ടാരം ഇവരെയും വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യം അധ്യക്ഷ പ്രസംഗം ശ്രീ PV രാധാകൃഷ്ണപിള്ള. പ്രിയമുള്ളവരെ, നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചു കാണും ശ്രീ KG ബാബുരാജനെ. എത്ര പേർക്ക് KG ബാബുരാജനെ അറിയാം എന്നെനിക്കറിയില്ല. അദ്ദേഹം ഡേ സ്കോളറായിരുന്നു. പേട്ടയിലാണ് സ്വന്തം വീട്. നമ്മുടെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നാം പഠിക്കുമ്പോൾ വളരെ സൈലൻ്റ് ആയിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ബാബുരാജന് ഡിഗ്രി കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൂടെ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തത്. ഞാൻ 92-ലാണ് ബഹ്റിനിൽ ചെല്ലുന്നത്. ബഹ്റിൽ ചെല്ലുമ്പോൾ ബഹ്റിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയാം, വളരെ ചെറിയൊരു സ്ഥലമാണ്. ഏതാണ്ട് 14 ലക്ഷം ജനങ്ങളാണ് ടോട്ടലായിട്ടുള്ള. അതിൽ 4 ലക്ഷത്തോളം മലയാളികളാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആദ്യം കേട്ട ഒരു പേര് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അനുഭവമാണ്. CET എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ബഹുമാനം നമുക്ക് കിട്ടാറുണ്ട്. നമ്മുടെ കോളേജിൻ്റെ ക്രെഡൻഷ്യൽ, ആ ബഹുമാനം, ആദരവ് കിട്ടിയിട്ടുള്ള എല്ലാവരും നമ്മളെല്ലാവരും. അപ്പോൾ CET എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ബാബു എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, അൽഹോട്ടി ബാബു എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന സിവിൽ എഞ്ചിനീയറാണ്. അൽഹോട്ടി എന്ന് പറയുന്ന അനലിറ്റിക് ലാബ്, ജിയോ ടെക്നിക്കൽ അനലിറ്റിക് ലാബിൻ്റെ CEO ആണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബാബുവിനെ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, അദ്ദേഹം ബഹ്റിൽ ഏറ്റവും അറിയപ്പെടുന്ന, അന്നത്തെ കാലത്ത് 92-ലൊക്കെ ബഹ്റിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയറാണ്. നിങ്ങൾ വീഡിയോ കണ്ടു കാണും. ഈ സൗദി അറേബ്യയും ബഹ്റിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്, 27 കിലോമീറ്റർ സമുദ്രത്തിലുള്ള പാലം. 83-ലോ മറ്റോ ആണ്, 85-ലോ മറ്റോ ആണ് കൺസ്ട്രക്ഷൻ പറയുന്നത്. അതൊരു ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് അവിടെയുള്ളവർ. പിന്നീടാണ് ദുബൈ ഒക്കെ വളരുന്നത്. അപ്പോൾ അതിൻ്റെ ജിയോ ടെക്നിക്കൽ സർവേ മുഴുവൻ നടത്തിയ ഒരാളാണ് ബാബുരാജ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. പിന്നെ ബാബുവിൻ്റെ വളർച്ച എന്ന് പറയുന്നത്, അതായത് സാങ്കേതിക രംഗത്ത് അദ്ദേഹം ഒരു സാങ്കേതിക രംഗത്തുള്ള ഒരു വളർച്ച അത്ഭുതാവഹമായിരുന്നു. ബഹ്റിലെ ഒട്ടുമിക്ക മൾട്ടി സ്റ്റോറി ബിൽഡിങ്, പാലങ്ങൾ, അതുപോലെ സൗദിയിലെ ഏതാനും ബിൽഡിങ്ങുകൾ, അതിൻ്റെയൊക്കെ ജിയോ ടെക്നിക്കൽ സർവേയോ അതിൻ്റെ കൺസൾട്ടൻ്റ് ആയിട്ടുമാണ് ബാബു പിന്നെ വളർന്നത്. ഇന്ന് 500ഓളം പേരുള്ള ഒരു കംപ്ലീറ്റ്ലി എഞ്ചിനീയറിംഗ് ഫേം, നമ്മൾ സാധാരണ മറ്റു തരത്തിലുള്ള ഫേമല്ല, എഞ്ചിനീയറിംഗ് ഫേമാണ്. ഖത്തറിലും ബഹ്റിലുമായി വ്യാപിച്ചിടക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ഫേമിൻ്റെ ഉടമസ്ഥനാണ്. പക്ഷെ നമ്മൾ ഈ സാമ്പത്തികമായി വലിയ ഔന്നത്യം നേടി ധാരാളം എത്രയെങ്കിലും പേർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരാളെ വ്യത്യസ്തനാക്കുന്നത് അയാൾ സമൂഹത്തെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ്. നമുക്ക് ഒരുപാട് ധനമുണ്ടായിരിക്കാം, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ എല്ലാം കൂടി ധനം കൂട്ടിയാൽ ചിലപ്പോൾ ബാബുവിൻ്റെ അസറ്റിന് അത്രയും വരില്ല. അത്ര അസറ്റ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ അസറ്റിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളതുണ്ടാവണം. പക്ഷേ ബാബു ഈ സമൂഹത്തെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞങ്ങളൊക്കെ കണ്ടുപിടിച്ച ഒരു പാഠം എന്ന് പറയുന്നത്. ബാബുവിൻ്റെ സ്വത്തിൻ്റെ ഒരു പകുതി, ഏകദേശം പകുതിയോളം ഇന്ന് അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്, അർഹരായ പാവം പിടിച്ച ആളുകൾക്ക് ഒരുപാട് സർവീസ് അദ്ദേഹം ചെയ്യുന്നുണ്ട്. ശിവഗിരി തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ സ്ഥിരം ചെയർമാനാണ്, ആഗോള ചെയർമാനാണ് ശ്രീ ബാബുരാജ്. ശിവഗിരി തീർത്ഥാടന കേന്ദ്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, കോടിക്കണക്കിന് രൂപ ചെലവെച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടു കാണും, മരിച്ചുപോയ പോപ്പിന് അദ്ദേഹത്തെ മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് പ്രത്യേക ഓഡിയൻസ് കിട്ടുകയും അവിടെ ശിവഗിരി മഠത്തിലെ സ്വാമിമാരുമായി ചേർന്ന് ഓഡിയൻസിന് പോവുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ അടുത്ത കാലത്തും പ്രൈം മിനിസ്റ്റർ മോഡിയുമായിട്ട് ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഒരു ലോങ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ CET വളരെ നമ്മളെയൊക്കെ അഭിമാനപ്രദരാകുന്ന തരത്തിലുള്ള ഒരു കരിയർ ഡെവലപ്പ് ചെയ്ത ആളാണ് ശ്രീ ബാബുരാജ്. അദ്ദേഹം ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് രാവിലെ ഇവിടെ എത്തിയത്. അദ്ദേഹം ഇന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ അദ്ദേഹം മടങ്ങി പോകുന്നുണ്ട്. അദ്ദേഹത്തെ ഇവിടെ ആദരിക്കണമെന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇന്ത്യ ഗവൺമെൻറ് NRIsന്, അത് NRIs മാത്രമല്ല PIOs, അതായത് നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന വിദേശ മലയാളികൾ, അതായത് വിദേശ മലയാളികൾ മാത്രമല്ല, പണ്ട് ഇവിടെ നിന്ന് പോയിട്ടുള്ള ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആളുകൾ, അതായത് മഡഗാസ്കർ അല്ലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ വെച്ച് കോടിക്കണക്കിന് വരുന്ന ആളുകൾ വെച്ച് ഏറ്റവും പ്രാഗൽഭ്യം നേടുന്നവർക്ക് ഒരു സമ്മാനം, പ്രവാസി ഭാരതീയ സമ്മാൻ എന്ന് പറയുന്ന ഒരു പുരസ്കാരം നൽകുന്നുണ്ട്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അത് നൽകുന്നത്. അത് വർഷം തോറും വളരെ ഒരു വലിയ സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് അതിന് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. 2000-ലാണ് തുടങ്ങുന്നത്. 2000 ആദ്യത്തെ പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ശശി തരൂരാണ്. അന്ന് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ജനറൽ ഓഫ് UN ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ പുരസ്കാരം ലഭിക്കുന്നത്. പിന്നീട് ഒരുപാട് വ്യവസായികൾക്ക്, MA യൂസഫ് അലി, രവി പിള്ളൈ, ഗൾഫർ മുഹമ്മദ് അലി തുടങ്ങിയ ഒരുപാട് ആളുകൾക്ക്, അതുപോലെ തന്നെ രാഷ്ട്രത്തലവന്മാർ, മഡഗാസ്കറിന്റെ പ്രസിഡന്റ്, സിംഗപ്പൂരിന്റെ വൈസ് പ്രസിഡന്റ്, കരീബിയൻ ഐലൻഡിന്റെ പ്രസിഡന്റുമാർ, എല്ലാവർക്കും കൊടുത്തിട്ടുള്ള ഒരു പുരസ്കാരമാണ്. ആ പുരസ്കാരം
തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇന്നുവരെ 2 പേർക്കേ ലഭിച്ചിട്ടുള്ളൂ. അതിൽ ഏറ്റവും അവസാനം ലഭിച്ച ആളാണ് ശ്രീ ബാബുരാജൻ. അപ്പോൾ ആ ബാബുരാജന് തീർച്ചയായിട്ടും അത് പ്രസിഡന്റ് നേരിട്ട് കൊടുക്കുന്ന ഒരു അവാർഡാണ്. പ്രസിഡന്റിന്റെയും പ്രൈം മിനിസ്റ്ററുടെയും സാന്നിധ്യത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു പുരസ്കാരമാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ലോകം മുഴുവൻ അറിയുന്ന ഈ നമ്മുടെ ഫ്രണ്ടിനെ, നമ്മുടെ സുഹൃത്തിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് ഇവിടെ വെച്ച ഒരു ചെറിയ മൊമെന്റോ, നമ്മുടെ വകയായ ഒരു മൊമെന്റോ കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. രണ്ടാമത് ശ്രീ വിജയനും രതീഷും. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക്, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അവർ ഗായകരാണ്, അന്നും പാട്ട് പാടുന്ന ആളുകളാണ്. പക്ഷേ ഈ പ്രായത്തിലും, ഈ പ്രായം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും 67 വയസ്സിന് മുകളിലുള്ളവരാണ്, 67-68 വയസ്സുള്ളവരാണ്. ഈ പാഷൻ കൊണ്ടു നടക്കുക, പാട്ടിന്റെ പാഷൻ കൊണ്ടു നടക്കുന്ന ആളുകളാണ് രതീഷും വിജയനും. വിജയൻ ഇപ്പോൾ ചില ശാരീരിക പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ പാടാത്തത്. പക്ഷെ ഇവർ രണ്ടുപേരും ഒരു പ്രത്യേക ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ഹോൾഡേഴ്സാണ്. ഇവർ രണ്ടുപേരും, അതായത് വിവിധ രാജ്യങ്ങളിലിരുന്ന് നോൺ സ്റ്റോപ്പായി പാട്ട് പാടി ഒരു റെക്കോർഡിട്ട ആളുകളാണ്. അതിൽ ശൃംഖലയിൽ 2 പേരാണ് രതീഷും വിജയനും. ഇതിൽ ഒരാൾ കൂടിയുണ്ട്, അമൃതത്തിന് ഇവിടെ കിട്ടില്ല, ഒരാൾ കൂടി. അതെങ്ങനെയാണ് അമൃതത്തിന് അതിൽ ഇതിൽ അമൃത പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഞങ്ങളാരും കേട്ടിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ അമൃതത്തിനൂടെ എത്താൻ കഴിയില്ല. അപ്പോൾ ഇവർ 2 പേരെയും നമ്മൾ ഇന്ന് ഒരു മെമൻറ്റോ കൊടുത്ത് ആദരിക്കുകയാണ്. കരഘോഷത്തോടെ ഞങ്ങൾ അവരെ അനുമോദിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവർക്ക് ആദ്യമായി ബാബുരാജൻ മെമൻറ്റോ കൊടുക്കുകയാണ്. നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി ഞാൻ തന്നെ ഈ മെമൻറ്റോ കൊടുക്കാം. എൻ്റെ ആത്മാ സുഹൃത്ത്, കാരണം ബഹറിൽ എൻ്റെ ഏറ്റവും അടുത്ത ആത്മകുടുംബ സുഹൃത്ത് കൂടിയാണ് ശ്രീ ബാബുരാജൻ. ബാബുരാജൻ്റെ വൈഫ് റാണിയും നമ്മുടെ ട്രിവാൻഡ്രം നിങ്ങളെ 84 ബാച്ചിലേഴ്സ് ആർക്കിടെക്ചർ ബാച്ചാണ്. റാണി, കാരണം ഇവർക്ക് 2 കൊച്ചു കുട്ടികളുണ്ട്, ഗ്രാൻഡ് ചിൽഡ്രൻ. അവർ 2 കുട്ടികൾ നോക്കുന്ന ജോലി വൈഫിനെ ഏൽപ്പിച്ചിട്ടാണ് ബാബു ഇന്നിവിടെ വരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ എത്തിപ്പെട്ടാൻ കഴിഞ്ഞിട്ടില്ല. ബാബുവിന് 2 മക്കളാണ്. മകന് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ. അദ്ദേഹമാണ് ഇപ്പം ബിസിനസ് ഒക്കെ നോക്കുന്നത്. അത് ഒരു മകളുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടറാണ്. അപ്പം അവർ രണ്ടുപേരും ഗൾഫിലാണ്, ഒരാൾ ഖത്തറിലും ഒരാൾ ദുബൈയിലും. അപ്പോൾ അത് ഞാൻ വളരെ അഭിമാനപൂർവ്വം നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കാം. അടുത്തതായി ശ്രീ NP വിജയന് പുരസ്കാരം സമ്മാനിക്കാൻ ഞാൻ KG ബാബുരാജനോട് അഭ്യർത്ഥിക്കുന്നു. ബാബു പ്ലീസ്. ശ്രീ രതീഷ് കൊട്ടാരത്തിന് ഞാൻ മെമൻറ്റോ സമർപ്പിക്കാൻ ബാബുവിനോട് റിക്വസ്റ്റ് ചെയ്തു. ഏതാനും വാക്കുകൾ സംസാരിക്കാനായിട്ട് ശ്രീ KG ബാബുരാജനെ ക്ഷണിക്കുകയാണ്. Good evening to all. It gives me immense pleasure to be here today, just to meet all of you. Obviously, from the civil, I understood that only, I don't know how many are there, plus numbers. Of course, Radhakrishna Pillai. This is, let me make it very clear. He's dedicated to the society. That is his main, it's a passion for him. I have seen him for years now, maybe more than almost 24-25 years at least in Bahrain, how he takes care of the society and what is he's working with the electricity directorate there, of course. I used to say that is his part-time job. He's full-time into the society and see what are the needs of the people, how to do, and I cannot imagine how a person can do like that. He gets more applause than any of us. And as he's the one who got the Prabhasi Bharatiya Samman earlier, so we should appreciate and honor him as well. But this is the way he is. Being the chairman of the Kerala Samajam, Indian school, and all the, CTAP, that is what is called there. So he's putting his hand to all aspects, all branches of society, all sections we can say. And I'm very glad to see that he's spreading that to Kerala as well. That is what I have seen last few years. He's giving same importance to the developing and to, this because of him, I think, that is why we are all here now tonight. Otherwise, nobody would have taken this kind of initiative to bring in all the people here. At least, it's a very good
towards, as you'll be knowing, we are, majority are retired and to that sort of things to be. No, but about, no, of course, I have to tell about you also because I know more than anybody else here how you are doing. So naturally that is part of it as well. So as I said, he requires a big applause than any of us. That is for sure. Coming back to myself, yes, we are working in overseas and as you'll be knowing, competing with all kind of engineers from all over the world. To come to certain level, definitely it takes a lot of, I would say, lot of work and lot of interactions with the engineers from USA to Europe to Asia, all kind of. So the field I chose is more into the geotechnical and quality control segments. Going back to the earlier thing, 1980, the Saudi Bahrain Causeway, that was one of my major projects in Bahrain, the first project you can say. At that time itself, because of the very aggressive environment, what are the materials to be used? I mean, in those days, the research and the material availability were much limited. But somehow, the responsibility came to me to even to choose the type of cement, what is the type of concrete to be used, reinforcements, everything. As a very young engineer, to give that kind of facility or responsibility, you can never dream in India. That made me obviously very proud to be associated with a project of that sort of magnitude. So then you will not be looking backward because there and all you get a full freedom, not like here. Lot of restrictions, lot of interferences, you name it, how the project has to be done in a proper way. For example, legislative complex, maybe Jairam and all is there, he can say how long it took to complete a project. Whereas in Bahrain or Middle East, because I am more into Bahrain, Qatar, Saudi Arabia, UAE and Oman, those sort of projects will not take more than 2 or 3 years. But here I think it took more. Jairam is there somewhere. He may be, Anandkumar also was there involved with that. So I have heard that these sort of projects, nobody is bothered about the delay, what is happening. Whereas, for example, the foundation when you put and then build the building after 10-15 years, the lifetime of that building is almost over 15 years. Nobody takes care of that in this part of the world. Palarivattam bridges and all, I have associated with lot of bridges, much bigger than what is being constructed here. Not even a single bridge we can find that this sort of problems like Palarivattam or the metro in Cochin, because the proper strict quality control from this soil investigation time onwards until it is cleared for payment is there. The contractor cannot just get away with their responsibility. What I am saying is basically that sort of culture we should develop in India as well, especially in Kerala, if the projects and if the development has to be carried out. Here, I don't want to say very much about it anymore. I am extremely happy that I could be here, and I am very happy that this sort of honor was given to me, and let it be a, you can say, inspiration to the young engineers who is coming forward and then work together. I am extremely happy to be here with Mr. Rajesh and then Mr. Vijay, who has contributed in a different field, but it's outstanding among the CET students. It is a proud for all of us. Thank you. Thank you, Shri Baburajan. Okay, thank you, gentlemen. Please.